ഹലോ കൂട്ടുകാരി, ഇതെൻ്റെ അമ്മച്ചിയുടെ റെസിപ്പി ആട്ടോ. നല്ല മൊരിഞ്ഞ മത്തിക്കുട്ടന്മാരാട്ടോ ഈ ഗ്രേവിക്കകത്ത് കിടക്കുന്നത്. നല്ല അടിപൊളിയൊരു മീൻകറിയാണ്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ചക്കയുടെ കൂടെ ഒക്കെ കഴിക്കാമെന്നാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനൊന്നും ചെയ്യാനില്ല, നമ്മുടെ ചെറിയ മത്തി കിട്ടുകയാണ്, അതാണ് ബെസ്റ്റ് കേട്ടോ. അത് നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത്തിരി കുരുമുളകും മഞ്ഞളും ഉപ്പും കൂടെ പുരട്ടി പറ്റുമെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അതിന് നല്ല വെളിച്ചെണ്ണ ഇതുപോലെ മൊരിച്ചങ്ങ് വറുത്ത് കോരുക. മീൻ നല്ലപോലെ മൊരിഞ്ഞാലേ ഉള്ളൂ ആ ഗ്രേവിയിലോട്ട് ഇടുമ്പോൾ ഗ്രേവിയുടെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും ഒരു മീഡിയം സൈസ് സവോളയും കൂടെ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ആ മീൻ വറുത്ത എണ്ണയിലോട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഈ ചെറുതായിട്ട് വാടിയപ്പോൾ തന്നെ ഞാൻ കഷ്ണം ഇഞ്ചിയും ഒരു 2 കുടം വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിലോട്ട് ചേർത്ത് കേട്ടോ. ഇത് സാധാരണ മീനാണെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടി അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മതി. പക്ഷേ ഈ മീൻ കറിക്ക് ഇത് നന്നായിട്ട് വഴറ്റി നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരണം കേട്ടോ. ഒന്ന് മൊരിഞ്ഞ പോലായി വരുമ്പോഴത്തേനാണ് നമ്മൾ ഒരു 4 പച്ചമുളക് ഇതിലേക്ക് കീറിയിടുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് വഴണ്ട് അതിൻ്റെ മണമൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളറിൽ നല്ല എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും ഇതിലേക്ക് പച്ചവെള്ളം കോരി ഒഴിക്കരുത് കേട്ടോ. ഇതിലേക്ക് നല്ല ചൂട് വെള്ളമാണ് നമുക്ക് ആവശ്യം. ചൂടുവെള്ളം ഒഴിക്കുക. അതിനുശേഷം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന് പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചെടുക്കും. വാളംപുളി തന്നെ വേണം കേട്ടോ. വാളംപുളി എൻ്റെ മെയിൻ. വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കുക. അതുപോലെ തന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം. നമ്മൾ ഓൾറെഡി മീൻ വറക്കുമ്പോൾ ഉപ്പിട്ടതായിരുന്നു. ഇനി നമ്മുടെ മീൻകുട്ടന്മാരെ അതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, മീൻ പൊടിഞ്ഞു പോകരുത്. ഈ ഒരു ടൈമിൽ ഇത്തിരി കുരുമുളക് പൊടിയും ഇത്തിരി ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി. അതുപോലെ ഇങ്ങനെ അടച്ച് വെച്ച് ഇച്ചിരി നേരം മസാല പിടിക്കാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി നമ്മുടെ മീൻകറി നല്ല ചൂടോടെ റെഡി ആയിട്ടുണ്ട്. ആ മൊരിഞ്ഞ മീനിലോട്ട് ആ മസാലയൊക്കെ പെരണ്ടിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും ഇത് കുറുകും, നമ്മുടെ മീനിലേക്ക് മസാലകളൊക്കെ പിടിക്കും. ഒരു ദിവസം കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും. വേനൽക്കാലത്ത് ഒരു ദിവസമൊക്കെ ഫുൾ ഇത് വെളിയിൽ വെച്ചാലും അഴുക്കായില്ല. മഴക്കാലത്ത് 2 ദിവസമൊക്കെ ഇത് നന്നായിട്ടിരിക്കും. കാരണം എല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് മൊരിഞ്ഞ രീതിയിലുള്ള ഉള്ളിയൊക്കെ നല്ല മൊരിച്ചെടുത്തുകൊണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. നല്ല അടിപൊളി ഒരു മീൻകറി ഇതുവരെ കഴിച്ചതിലും വേറൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക് യു.